കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഒരു ഈവനിങ് സ്നാക്ക് എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മധുരം കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ മധുരമുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് ഉപയോഗിക്കുന്നത് മൈദയൊന്നുമല്ല, ആട്ട വെച്ചാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാവരും കഴിച്ചിരിക്കേണ്ട നേന്ത്രപ്പഴമാണ് ഇതിലത്തെ മെയിൻ താരം. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് വിശദമായിട്ട് കാണാം അല്ലേ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി സമയം ഒട്ടും കളയാതെ പരിപാടി തുടങ്ങാം അല്ലേ. ഒരു 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയാം കേട്ടോ. ആദ്യത്തെ ഘട്ടം ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചക്കരയാണ് കേട്ടോ. എൻ്റെ കുറച്ച് ചക്കര സ്റ്റോക്ക് ഉണ്ടായിരുന്നേ. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ചക്കരയുടെ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പാകത്തിനുള്ളൊരു മധുരമേ ഉള്ളൂ. നിങ്ങൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ ചക്കര ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കണം അല്ലേ. അതിനായിട്ട് ഒരു 1/4 കപ്പ് 250 ml മെഷറിംഗ് കപ്പിനാണ് 1/4 കപ്പ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ചക്കരയും കൂടെ ഇട്ട് ഫുൾ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊണ്ട് അടിക്കണം കേട്ടോ. ഇതൊരു ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചക്കര മൊത്തമായിട്ട് ഡിസോൾവ് ആകുന്നവരെ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കാരണം മുഴുവൻ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യമേ ഈ പണിയും കഴിച്ച് വെച്ചേക്കണേ. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ശർക്കരയ്ക്ക് പകരമാണ് ചക്കര എടുത്തിരിക്കുന്നത് കേട്ടോ. ചക്കര കുറച്ചുകൂടെ ഹെൽത്തിയാണ്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ശർക്കര അല്ലെങ്കിൽ ചക്കര ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് മൊത്തമായിട്ട് ഡിസോൾവ് ചെയ്തതിന് ശേഷം ഒരു മെറ്റൽ സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ ഒരു മെറ്റൽ സ്ട്രെയിനർ വെച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മെറ്റലിൻ്റെ സ്ട്രെയിനർ അല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുത്താലും മതി. എന്തായാലും അരിച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. വാട്ടിയെടുക്കാനായിട്ട് 2 അത്യാവശ്യം നല്ല പഴുത്ത അത്യാവശ്യം നല്ല സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് അത് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ പകുതി മുറിയുടെ പകുതി ഭാഗം മതിയാവും. ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ നെയ്യും കൂടെയുള്ള മിക്സ് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രമായിട്ട് ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണേ. ഇനി നമ്മുടെ ഈ 2 നേന്ത്രപ്പഴവും അത്യാവശ്യം ചെറിയ സൈസിൽ ഈ ഒരു കണക്കിന് കട്ട് ചെയ്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പം നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഈ ഒരു പച്ചപ്പിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് എടുത്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഓപ്ഷണലാണ് 2 ഏലക്ക ഞാൻ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഏലക്കയുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ പഴത്തിനോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പഴത്തിൻ്റെ കൂടെ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു ഘട്ടം വരെ ഈ ഒരു ഫോമിലാകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് തേങ്ങയുടെ പച്ചപ്പ് മാറി കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് സ്നാക്കിൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്ത് വെച്ചിരുന്ന് മുഴുവനായിട്ട് ചേർത്തു. ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തണുത്ത് ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു ശർക്കരപ്പാനി കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശർക്കരപ്പാനി മുഴുവനായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി വെന്തു പോവും, കട്ട കൂടി പോവും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ട ജോലി ശർക്കരപ്പാനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ബാക്കിയുള്ള ജോലിയൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് ചൂടാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ശർക്കരപ്പാനി ആദ്യം അങ്ങ് ഉണ്ടാക്കി പണി തീർത്ത് വെക്കണം കേട്ടോ, മറക്കണ്ട. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ബാക്കിയുള്ള ഈ ജോലിയൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് ഈ ശർക്കരപ്പാനി ചൂടാറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ബോറടിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ശർക്കരപ്പാനി അതിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് ഈ ഒരു പരുവത്തിന് ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ സ്നാക്കിനായിട്ട് ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയാണ് ആവശ്യമുള്ളത്. അതിനായിട്ട് ഒരു 1/2 കപ്പ് 250 ml മെഷറിംഗ് കപ്പിനാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചായ കുടിക്കുന്ന സാധാരണ കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പച്ചവെള്ളം കേട്ടോ. ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് മുഴുവനായിട്ട് അങ്ങ് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കൂടുതൽ പണിയാവും, ഇരട്ടി പണിയാവും കേട്ടോ. കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് കട്ട മുഴുവനായിട്ട് ഉടച്ചെടുത്ത് നല്ല സ്മൂത്തായിട്ട് നല്ല ഈവനായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളേ. ഇതിങ്ങനെ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നനവേൽക്കാതെ കുറച്ച് ബോളൊക്കെ ആയിട്ട് കുറച്ച് മാവ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ച് കഴിയുമ്പം ആ ഒരു പാട്ട് വേവാതെ കിടക്കും. നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പം ഒട്ടും സുഖം ഉണ്ടാവില്ല കേട്ടോ.
ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശർക്കരയാണ് ചക്കരയ്ക്ക് പകരം ഉപയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഈ സമയത്ത് ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ചക്കര ആയതുകൊണ്ടാണ്, ചക്കരയിൽ ഇച്ചിരി ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ചേർക്കാത്തത്. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിലും അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് ചേർക്കാറില്ലേ, അതുപോലെ ഇതിനകത്തും ഒരു നുള്ളു കേട്ടോ, അധികമൊന്നും വേണ്ട, ഒരൊറ്റ നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, മറക്കല്ലേ. പല ഘട്ടങ്ങളായിട്ട് രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് ചേർത്ത് ഇതുപോലെ കട്ടകളൊന്നും ഒട്ടും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനുള്ള ബാറ്ററാക്കി എടുക്കുക. ഇനി വേണം നമ്മൾ പഴവും തേങ്ങയും കൂടെ വാട്ടി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ഞാൻ അല്പം കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തും കൂടെ ചേർക്കുകയാണ് കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. നന്നായിട്ടൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മളെ ബാറ്റർ റെഡിയാണ്. ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ട ഒരൊറ്റ പണി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ആവി കയറ്റാനായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം പ്രത്യേകം അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചെമ്പിലല്ല, ഇതൊരു പഴയ കുക്കറിലാണ് കേട്ടോ. നേരത്തെ നമ്മൾ നല്ല സ്പൂ പോലുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടോ കേട്ടോ. ഗ്രൈൻഡറൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സ്വന്തം മിക്സിയിൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, എൻ സ്ക്രീനിലും കൊടുത്തേക്കാം. ഇനി ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ റസ്നാസ് കിച്ചണിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സ്നാക്കിലേക്ക് തിരിച്ചു വരാം അല്ലേ. അപ്പോൾ നമ്മൾ ബാറ്റർ ആവി കയറ്റി എടുക്കണ്ടേ, അതിനായിട്ട് കുക്കറിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അതിന് മുകളിൽ ഒരു ചെറിയൊരു ഡവർ അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാനുള്ള പാത്രം, ഇതുപോലൊരു ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. തടവിയതിന് ശേഷം ഇതിനകത്തോട്ട് വെച്ച് ഇനി നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണേ. ഇനി നമ്മൾ ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ മുൾഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വാഷർ ഇട്ടതിന് ശേഷം നന്നായിട്ട് അടച്ച് വയ്ക്കുക. വിസിലൊന്നും ഇടണ്ട കേട്ടോ. നിങ്ങൾ ആവിയിൽ സാധാരണ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതുപോലെ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ വിസിലിടണ്ട, വാഷർ മാത്രം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതാണ്, ഒരുപാട് പരന്നിരിക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് മീഡിയം ഫ്ലെയിമിലൊരു 25 to 30 മിനിറ്റ്സ് എടുത്തു ഏകദേശം ഇത് വെന്തിടാനായിട്ട്. അപ്പം ആ ഒരു വേവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ പരപ്പനുസരിച്ച് ഇരിക്കും കേട്ടോ. ഒരുപാട് പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളും 25 മിനിറ്റിലും മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇത് പറ്റിയ പപ്പടക്കോലാണ് കേട്ടോ, ഒന്ന് കൊത്തി നോക്കുക. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതായത് പട്ടി പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. നമ്മൾ ബാറ്റർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാകത്തിനുള്ള വേവായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി അത് ക്ലീൻ ആയിട്ടല്ല കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും ചക്കരയൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർബ് സ്നാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് നേരെ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അരികൊക്കെ അത്ര ഇങ്ങനെ ഭംഗിയായിട്ട് വന്നൊന്നും വരില്ല. ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് ചൂടാറിയതിന് ശേഷം കേട്ടോ, പ്ലേറ്റ് എടുത്തിട്ട് നന്നായി ഒന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞിട്ട് 2 കൊട്ടും തട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് സുന്ദരമായിട്ട് ഇതുപോലെ അങ്ങ് കിട്ടും കേട്ടോ. ഇനി ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് തന്നെ ഒരു ചായ ഉണ്ടാക്കുക. ഒരു വലിയ പീസിനെ ഇതിൽ കട്ട് ചെയ്തെടുത്തോ കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ കേമായി അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ വൈകിട്ട് വരുമ്പം സ്ഥിരമായിട്ട് നമ്മൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വല്ലപ്പോഴെങ്കിലും അല്ലേ. അതിനേക്കാൾ എത്ര നല്ലതാണ് നമ്മൾ ഈ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഗോതമ്പും നേന്ത്രപ്പഴവും ഉപയോഗിക്കുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിപ്പിച്ചാലേ. നല്ല സമാധാനമായിട്ട് അവരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ ഒരു ബെല്ലൈക്കൺ തെളിഞ്ഞു വരും കേട്ടോ. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. ഉടനെ തന്നെ വീഡിയോസും കാണാം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.